ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം, യു കെയിൽ നിന്ന്. ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ രണ്ട് മലയാളി യുവാക്കൾ യു കെയിലെ ജയിലുകളിൽ കിടക്കുകയായിരുന്നു. രണ്ടുപേരും അവരുടെ ഭാര്യമാരെ കയ്യേറ്റം ചെയ്തു. വിവിധ കാരണങ്ങളാൽ ഒരാൾ മദ്യപാനിയായിരുന്നു, ഒരാൾ മറ്റൊരു റിലേഷൻഷിപ്പ് ഭാര്യയ്ക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇതിൻ്റെ കലിപ്പ് തീർത്താണ് രണ്ടുപേരും ഭാര്യയെ മർദ്ദിച്ചു. അപ്പോൾ തന്നെ അവർ പോലീസ് വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും ജയിലിലായിരുന്നു. ഒരാൾ ഇപ്പം യാതൊരുവിധ സൗഹൃദങ്ങളും ഒന്നും ആയിട്ടില്ല, കുറച്ച് നാളെ ആയുള്ളൂ യു കെയിൽ വന്നിട്ട്. അദ്ദേഹത്തിന് താമസിക്കാൻ പോലുമുള്ള സൗകര്യം ഇല്ലാതെ ഇപ്പോൾ തെരുവിലരയേണ്ട അവസ്ഥയിലാണ്. നമ്മുടെ യുവാക്കൾ യു കെയിൽ വന്നു കഴിഞ്ഞാലും അവരുടെ നാട്ടിലെ ശീലങ്ങൾ തുടരുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മർദ്ദനം, ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഒന്നും യു കെയിൽ ചെയ്യാൻ പാടില്ല, നാട്ടിലും അത് ചെയ്യാൻ പാടില്ല. പക്ഷേ യു കെയിലെ സിറ്റുവേഷൻ വളരെ വളരെ കാഠിന്യമുള്ളതാണ്. നിങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് കയറാൻ പോലുമുള്ള സാഹചര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വല്ല ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ പോയി അഭയം പ്രാപിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കേണ്ടി വരും. ഇതൊന്നും നടന്നില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെരുവിൽ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ദയവ് ചെയ്ത് മർദ്ദനം ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗാർഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പരിചയക്കാരോ ബന്ധുക്കളോ മറ്റ് സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വഴിയായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടല്ലോ, നാട്ടിലെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ കയ്യേറ്റം ചെയ്ത് കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളായി തീരും. ജീവിതത്തിൽ ഇവിടെ യു കെയിൽ തുടർന്ന് പോകാൻ സാധിക്കാത്ത പ്രശ്നങ്ങളാവും. നാട്ടിൽ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. ലക്ഷങ്ങൾ മുടക്കിയാണ് നിങ്ങൾക്ക് ഓരോരുത്തരും യു കെയിൽ വരുന്നത്. ദയവ് ചെയ്ത് ഇത്തരം സന്ദർഭങ്ങൾ രമ്യമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.